ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. അതനുസരിച്ചുള്ള ചില പ്രവർത്തന രീതിയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത് ഊർജത്തിൻ്റെയും ചില കെമിക്കലുകളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിനകത്ത് ആവശ്യങ്ങൾ മാത്രമല്ല, ആഗ്രഹങ്ങളും ഉണ്ട്. ഏത് കാര്യമാണെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും അവരുടെ ചില പെർഫോമൻസിനകത്ത് ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് പങ്കാളി മുകളിൽ വരുന്ന രീതിയെക്കുറിച്ചും അതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചുമാണ്. അതുപോലെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ഒരു രീതി പെർഫോം ചെയ്യാൻ തോന്നുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ചില പങ്കാളികളെ നോക്കുവാണെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യത്തിനകത്ത് ചില പ്രത്യേക ഇഷ്ടം കൂടുതലായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ബോഡിക്കും മെൻ്റൽ ബോഡിക്കും കംഫർട്ടബിളായിട്ടുള്ള ചില രീതികളുണ്ട്. എന്ന് വെച്ചാൽ ഈ സമയത്തൊരു പ്രത്യേക ആത്മവിശ്വാസം തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈസിനെസ് തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ത്രില്ല് തോന്നുന്നെങ്കിൽ നമുക്കത് ഇണങ്ങുന്നതാണ്. ഇപ്പോൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും അങ്ങനെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വലിയ പെടാപ്പാടൊന്നും വേണ്ട. ഇപ്പോൾ ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ചില മെത്തേഡുകൾ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. തന്നെയല്ല ആ സമയത്ത് നല്ല കൺട്രോളിങ് പവർ ആയിരിക്കും. എന്നാൽ ചില രീതി ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടതായിട്ട് വരുന്നു. എന്തോ ആ ഒരു കൺട്രോളിങ് പവർ കിട്ടുന്നില്ല. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ കംഫർട്ട് മാത്രം നോക്കിയാൽ പോരാ. ഓപ്പോസിറ്റുള്ള ആളിൻ്റെ ഇമോഷണൽ ഫീലിങ്സ് കൂടെ നമ്മൾ നോക്കണം. ഏതൊരു സ്ത്രീയുടെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ സ്നേഹിക്കുന്ന പുരുഷൻ അവരെ തിരിച്ച് ആകർഷിക്കണം. അപ്പോൾ ഈ ഇഷ്ടത്തിനകത്തൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ആകർഷണം ഒരു പ്രധാന ഘടകമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ പങ്കാളിയോട് ഏറ്റവും ഇഷ്ടവും കാമവും തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. എപ്പോഴാണെന്നറിയാവോ? അവർക്ക് ചേരുന്ന വസ്ത്രത്തിൽ വരുമ്പോൾ. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും പൊക്കത്തിനും വണ്ണത്തിനും ഷേപ്പിനും ഒക്കെ അനുസരിച്ചുള്ളൊരു ഡ്രസ് കോഡ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. എന്ന് വെച്ചാൽ ക്വാളിറ്റിയാണ് എപ്പോഴും ആകർഷണത്തെ കൂട്ടുന്നത്. അത് വർദ്ധിപ്പിക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ചും ആരോഗ്യത്തിനകത്തും പെർഫോമൻസിനകത്തും പിന്നെ റെസ്പോൺസിനകത്തും. ഇപ്പോൾ കാമത്തിൻ്റെ ഊർജ്ജമാണെങ്കിലും അതുപോലെ തന്നെ ചില ഹോർമോണുകളുടെ പ്രവർത്തനമാണെങ്കിലും ശരിയായ രീതിയിൽ ബ്രെയിനിൽ പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് പല വെറൈറ്റിയും ചെയ്യാൻ തോന്നത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഈ സമയത്ത് നമ്മൾ മറ്റൊന്നും നോക്കണ്ട. നമ്മുടെ ശരീരം ഏത് രീതിയിൽ പ്രതികരിക്കുന്നു, മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു ആ സമയത്ത്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വികാരങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഉള്ളിൽ അത് തീവ്രമായിട്ട് സംഭവിക്കുന്നുണ്ട്, പക്ഷേ പുറമേ അത് കാണിക്കണമെന്നില്ല. അപ്പോൾ ഇതിനോട് ഒരിഷ്ടം കൂടുതലുള്ളവരെ സംബന്ധിച്ച് അവരുടെ ഫിസിക്കൽ ബോഡിയുടെയും മെൻ്റൽ ബോഡിയുടെയും പ്രവർത്തനം ഇതിന് യോജിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കാമത്തിൻ്റെ ഊർജ്ജം കൂടുതലായിട്ട് വരാനുള്ളൊരു സ്പേസ് അവരുടെ ബ്രെയിനിലുണ്ട്. നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ നാഡീഞരമ്പുകൾക്കും ഒരുപോലെ സ്റ്റിമുലേഷൻ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നില്ല. എന്നാൽ രതിമൂർച്ചയിൽ അങ്ങനല്ല. ബ്രെയിൻ സിസ്റ്റത്തിലെ എല്ലാ നാഡീഞരമ്പുകളും അവിടെ ഏകോപിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. തന്നെയല്ല, ബ്രെയിനിലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള നെർവ് പോലും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം ഡൊപ്പാമൈൻ ഹോർമോൺ ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു, പ്രവർത്തിക്കുന്നു. തന്നെയല്ല, കാമപരമായ ചുംബനങ്ങൾക്ക് ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രണയം കൂടുമ്പോൾ മാറിടത്തിൻ്റെ ഭാഗത്തേക്ക് മനസ്സറിയാതെ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ എത്ര നെർവുകൾ പ്രവർത്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കെമിക്കൽസുകൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കിതൊരു അനുഭൂതിയായിട്ട് വരുന്നത്. ഈ ഒരു മെത്തേഡിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനം കൂടുതലും സ്ത്രീ പങ്കാളിയാണ് ചെയ്യുന്നതെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുന്നത് പുരുഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പുരുഷൻ അവൻ്റെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്താലും അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഉപകരണത്തിൻ്റെ പ്രവർത്തനം കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, സംതൃപ്തിക്കുറവുണ്ടാവും. അതുപോലെ ഇവിടെ പങ്കാളി എത്രത്തോളം സ്പീഡ് കൂട്ടുന്നോ അതിൻ്റെ അർത്ഥം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ച് കൺട്രോൾ നിലനിർത്താനായിട്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ മതി. മൂക്കിൽ കൂടി ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വായിൽ കൂടി പുറത്തേക്ക് വിടണം. ഈ സമയത്ത് കൂടി വന്ന ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് നോർമൽ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാനും പറ്റും. എനിക്ക് തോന്നുന്നു കാമത്തിൻ്റെ ഊർജ്ജം കൂടുതലായിട്ടുള്ള സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് ഈ ഒരു മെത്തേഡ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം സ്ട്രോക്ക് കിട്ടേണ്ട കറക്റ്റ് ഭാഗത്ത് അത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു രീതിയുടെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് പേരുടെ റെസ്പോൺസ് നമുക്ക് ലൈവായിട്ട് അറിയാൻ പറ്റും. മിക്കവാറും ഉള്ള സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് ഏതോ ഒരു കാര്യത്തിനകത്ത് ആത്മവിശ്വാസം കുറച്ച് കൂടുതലായിരിക്കും.
അവിടെ കൂടുതലായിട്ട് പെരുമാറുമ്പോൾ പോസിറ്റീവായിട്ടുള്ള പല ഹോർമോണുകളും ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഇതുപോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ ഒരു സംതൃപ്തി കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത വീർപ്പുമുട്ടല. കാരണം ഈ ഊർജം എവിടേക്കോ വന്നിങ്ങനെ നിറഞ്ഞിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സാധ്യതകളെ, നമ്മുടെ സാഹചര്യത്തെ, നമ്മുടെ കഴിവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ കമ്പയർ ചെയ്യരുത്, അനുകരിക്കുകയും ചെയ്യരുത്. നമുക്ക് പറ്റിയത് ഏത് രീതിയാണെന്ന് ക്രമേണ നമുക്ക് മനസ്സിലാവും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.